ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പ്രശാന്ത്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുകളെക്കുറിച്ചും അതിൻ്റെ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ടിപ്സുകളും അല്ലെങ്കിൽ പുതിയ പുതിയ കമ്പനികൾ വരുമ്പോൾ ആ കമ്പനികളുടെ ഒരു റിവ്യൂ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് പുതിയ ഒരു കമ്പനിയെക്കുറിച്ചിട്ടാണ്. ഒരു റഷ്യൻ കമ്പനിയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യമേ തന്നെ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ഡിസ്ക്ലൈമർ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസ് കാണുന്നത് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ കമ്പനികളെക്കുറിച്ച് അറിയുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടൈറസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഷ്യൻ ബേസ്ഡ് കമ്പനിയാണ് നമ്മൾ എന്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. 3-4 വർഷം മുമ്പ് തന്നെ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർക്ക് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലും ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. കമ്പനിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മിസ്റ്റർ ഡെന്നിസ് ടെറ്ററിൻ ആണ്. കമ്പനിക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് IT മേഖലയിലുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, വെൽനസ് പ്രോഡക്ട്സുകളുണ്ട്, ഫൈനാൻസ് തുടങ്ങി നിരവധി സംരംഭങ്ങളിലൂടെയാണ് ഈ കമ്പനി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രൊഫൈൽ വളരെ ഉറച്ചതും വിശ്വാസയോഗ്യവുമാണ്. ലോകത്തിലെ ആദ്യമായിട്ട് ടൈറസ് ലിമിറ്റഡ് കമ്പനിയാണ് ഒരു റിംഗ് ബേസ്ഡ് ടെക്നോളജി നെറ്റ്വർക്ക് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഈ റിംഗ് ബേസ്ഡ് ടെക്നോളജി ആണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ എന്താണ് ഈ റിംഗ് ബേസ്ഡ് ടെക്നോളജി എന്നും ടൈറസ് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ഇതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും ഉള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കമ്പനിയുടെ എല്ലാ ലീഗൽ സൈഡെല്ലാം പെർഫെക്റ്റ് ആണ്. അവർ ലീഗാലിറ്റീസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് മനസ്സിലാക്കി, ഇതിന് ലെഗ് ബാലൻസിങ് ഇല്ല, അതായത് ബൈനറി ഇല്ല. പിന്നെ സാധാരണ ഒരു ഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഒരു ഡെയിലി സീലിംഗ് ലിമിറ്റ് വയ്ക്കാറുണ്ട് ചില കമ്പനികൾ. ഇതിന് ഡെയിലി സീലിംഗ് ലിമിറ്റ് ഇല്ല, അതുപോലെ ഫ്ലഷ് ഔട്ട് ഇല്ല. ഈ ഒരു സിസ്റ്റമാണ് ഓട്ടോ എന്ന് പറയുന്നത്. ഈ ഓട്ടോപോളും ഇതിനില്ല. സാധാരണ ഇപ്പോൾ കമ്പനിയിൽ ഓൾ ഓവർ നടക്കുന്ന ബിസിനസ്സിൻ്റെ നമുക്ക് സിംഗിൾ ലെഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഇതിന് സിംഗിൾ ലെഗും ഇല്ല. പിന്നെ ഉള്ളത് ഡിജിറ്റൽ പോയിന്റ് ആണ്. സാധാരണ എല്ലാ കമ്പനികളും നമുക്ക് തരാറില്ല, ഡോളർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആ ഡിജിറ്റൽ പോയിന്റ് ഡോളർ ആണെന്ന് കരുതി നമ്മൾ അത് അവരുടെ തന്നെ എക്സ്ചേഞ്ചിൽ മാറിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ മണിയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, പക്ഷേ നമ്മുടെ ടൈറസിൻ്റെ ഡോളർ എന്ന് പറയുന്നത് ഒറിജിനൽ ഡോളർ തന്നെയാണ്. നമുക്കിത് പെർഫെക്റ്റ് മണി എന്ന് പറഞ്ഞിട്ടൊരു വാലറ്റ് ഉണ്ട്. ഈ വാലറ്റിലൂടെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് നടക്കുന്നത്. ആ പെർഫെക്റ്റ് മണിയിലൂടെ നമുക്ക് ഒന്നുകിൽ ബിറ്റ് കോയിനായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ INR ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൂടെ ലഭിക്കുന്ന നമുക്ക് ഒറിജിനൽ ഡോളറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഒരാളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഡബിൾ പ്ലേസ്മെൻ്റ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റിങ്ങും ഔട്ടാകും. ഓക്കെ, ഓരോ റിങ്ങും ഫാസ്റ്റായിട്ട് നമുക്ക് ഔട്ടാകാൻ പറ്റും. റിങ് ഔട്ടാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയുടെ പറയുന്നുണ്ട്. നമ്മൾ ഓരോ ഘട്ടമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ₹1 പോലും കമ്പനി സർവീസ് ചാർജോ മറ്റ് ചാർജുകളോ ഒന്നും എടുക്കുന്നില്ല. അതും ശരിക്കും എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആദ്യത്തെ കമ്പനി തന്നെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ സർവീസ് ചാർജോ മറ്റ് ചാർജുകളോ എടുക്കാത്ത ഒരു കമ്പനി. പിന്നെ നമ്മളെ വിശ്വസിച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് അപ്ലൈൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, സ്പിൽ ഓവർ കിട്ടുന്നുണ്ട്, ക്രോസ് ലൈൻ എഫക്റ്റ് എന്നിവ ലഭിക്കുന്നു. സ്പിൽ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിലുള്ള ലീഡേഴ്സോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് മൂലം നമ്മുടെ താഴത്തേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതിനാണ് നമുക്ക് സ്പിൽ ഓവർ, ക്രോസ് ലൈൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇത് റിംഗ് ബേസ്ഡ് ടെക്നോളജിയാണ്. ഓക്കെ, റിംഗ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ബൈനറി പോലെയല്ല, ഒരു റിങ്ങിലാണ് നമ്മൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെയും പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. പിന്നെ ഇതിന് ജോയിൻ ചെയ്യാനായിട്ട് വെറും $10 അപ്പോൾ അതിൻ്റെ സർവീസ് ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്ത്യൻ മണി $900 ഇതിന് നമുക്ക് വേണ്ടി വരുന്ന ആകെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മാത്രം നല്ല വർക്കിംഗ് പ്ലാനാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇതിന് നമുക്കൊരു ഏണിങ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ലെവലിലൊരു $80 കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരെ 1000 തവണ വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വർക്ക് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് അത്രയും നല്ല രീതിക്ക് ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തുടരെ 80, 400, 2400, 12000, $72,000 എന്നീ തുകകൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞത് 2 പേരെ റെഫർ ചെയ്യണം എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം എത്ര പേരുള്ള റെഫർ ചെയ്യാം. കൂടുതൽ ആൾക്കാർ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാനായിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ നമുക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ INRൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് 4 ടൈപ്പ് ഓഫ് പാക്കേജുകളാണുള്ളത്. ഈസി, മീഡിയം, ഹാർഡ്, ഗ്രാൻഡ് എന്നിങ്ങനെ 4 പാക്കേജാണുള്ളത്. ഓരോ പാക്കേജിന് 10 റിങ്ങുകൾ വെച്ചിട്ടാണുള്ളത്. ഈ 10 റിങ്ങുകളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഈസി റിങ്ങിൽ മൊത്തം 10 റിങ് ഉണ്ടാകും. ഈ 2 റിങ് വീതം, അതായത് 1, 2, 3, 4, 5, 6, 7, 8,
9, 10 അതായത് ഒന്നിടവിട്ട റിങ്ങുകൾ, അതായത് 1, 2 റിങ് ഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങുന്നത്. 2ഉം 4ഉം റിങ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലെവൽ വരും. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ റിങ്ങും ഇപ്പോൾ ഒന്നാമത്തെ റിങ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ റിങ് ഫില്ലാകുന്നത്. ആ രണ്ടാമത്തെ റിങ് ഫില്ലായി കഴിയുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ ഏണിങ്സ് വന്നു തുടങ്ങുന്നത്. ഇതൊക്കെ വളരെ ഈസിയാണ്. ഒന്നാമത്തെ റിങ്ങൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞ പോലെ ഡബിൾ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ 2 പേര് കൊണ്ടുവന്നാൽ തന്നെ, അവരാരെങ്കിലും ഓരോരുത്തർ വീതം കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ ആ ഫസ്റ്റ് റിങ് നമുക്ക് ഫില്ലാവുന്നതാണ്. ഓക്കെ, ഇതിങ്ങനെ പോകും. അപ്പോൾ നമുക്ക് 10 റിങ്ങിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിക്ക്, അതായത് $10 ഈസി റിങ്ങിൽ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് റിങ്ങിൻ്റെ മിഡിൽ ആണ് സ്ഥാനം. ഈ സ്ഥാനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബിസിനസ് പോകുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇനി കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ 10 റിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യുക, ആസ് ഫാർ ആസ് ഫാസ്റ്റ്, എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് ഏൺ ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാം. 2 ദിവസമാണെങ്കിൽ 2 ദിവസം, നമുക്ക് എത്ര ദിവസമാണെന്ന് നമുക്ക് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 പേര് പോകുന്നു, ആ 2 പേരും വേണ്ടി 2 പേരെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് സെക്കൻഡ് റിങ് നമ്മൾ അച്ചീവ് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ആ റിങ് ഫിൽ ഔട്ട് ആയാലും നമുക്ക് അപ്പോൾ തന്നെ ഏണിങ്സ് കിട്ടി തുടങ്ങും. ആ ഏണിങ്സ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടൈറസിൽ നമ്മൾ $10 കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്തു, നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റിങ്ങിൻ്റെ മിഡിൽ ആയിരിക്കും നമ്മളുടെ, അപ്പോൾ ഞാൻ യു എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് നമ്മളാണ്. ഈ യു എന്ന് പറയുന്ന വ്യക്തി $10 കൊടുത്ത് $10 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. കമ്പനി നമ്മളെ ഒരു റിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും നമ്മുടെ പ്ലേസ് വരുന്നത്. ഓക്കെ, നമ്മൾ ഓരോരുത്തരും ഒരു റിങ്ങിൻ്റെ സെൻറ്റർ ഭാഗത്തായിരിക്കും വരുന്നത്. ഇനി നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ ഈ റിങ്ങിൻ്റെ ചുറ്റുമായിട്ടാണ് 4 പ്ലേസാണുള്ളത്. മൊത്തം ഒരു റിങ്ങിന് 5 പ്ലേസാണ്. 4 പ്ലേസിൽ റിങ്ങിലും ഒരു പ്ലേസ് സെൻറ്റർ പോയിൻറ്റ്, ആ സെൻറ്റർ പോയിൻറ്റ് നമ്മളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് $10 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഓക്കെ, നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ഒരാളെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നിരിക്കട്ടെ. ആ ആൾക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഈ കമ്പനിയുടെ ഈ ഒരു പോർഷനിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്ലേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റർ പോയിൻ്റായി, അതിൻ്റെ തൊട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തെ പ്ലേസായി. രണ്ടാമത്തെ ഒരാളും വന്നു. ഈ രണ്ടാമത്തെ ഒരാളും വന്നു. അതിനുശേഷം നമ്മൾ വേറെ ആരും നമുക്ക് 2 പേരും മതി. ഓക്കെ, മിനിമം 2 പേരാണ്. ഈ 2 പേര് വന്നു. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ആൾ ഒരാളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, അതായത് ഒന്നാമത്തെ ആൾ ഒരാളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇയാൾക്കും ഒരു സർക്കിളായി. ഇയാളും ആ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റിലായിരിക്കും. ഓക്കെ, ആ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റ് അയാൾക്ക് ഒരാൾ വരുമ്പോൾ ആ ആളുടെ ഈ പറഞ്ഞ പോലെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് പ്ലേസ് ആകുന്നു. അതുകൂടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ ആളൊരു വ്യക്തിയെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ആൾക്ക് മേളിൽ ഒരാളാവും, നമ്മളുടെ മൂന്നാമത്തെ പ്ലേസും ഫില്ലാവും. അതായത് ഡബിൾ പ്ലേസ്മെൻ്റ് ആണ്. ഈ ഒന്നാമത്തെ ഒരാളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അയാളുടെ റിങ്ങിലും പ്ലേസ് ആവും, നമ്മുടെ റിങ്ങിലും പ്ലേസ് ആവും. രണ്ടാമത്തെ ആൾ സപ്പോസ് ഒരാളെ കൊണ്ടുവന്നിരിക്കട്ടെ, രണ്ടാമത്തെ ഒരാളെ കൊണ്ടുവരുമ്പോൾ അയാൾക്കും ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ആവും, നമ്മുടെ റൈറ്റ് സൈഡിലും ഒരാൾ പ്ലേസ് ആവും. ഇങ്ങനെയാണ് ഈ ഒരു റിങ്ങിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിങ് ഫിൽ ഔട്ടായി. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഒന്നാമത്തെ ആൾ ഫിൽ ഔട്ടായി. ഓക്കെ, ഇതാണ് റിങ് 1, 2, 3 എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിങ് ഫില്ല് ചെയ്യുമ്പോഴാണ്, അതായത് 2 റിങ്ങും ഫിൽ ഔട്ട് ആകുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ വരുമാനം വന്നു തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ 4 പേരായിട്ടുണ്ട്. ഈ 4 പേരാകുമ്പോൾ കമ്പനി നമുക്ക് എന്ത് തരുന്നു? ഈ ഫസ്റ്റ് റിങ് ഫില്ലാകുമ്പോൾ കമ്പനി നമുക്ക് $30 പ്രോഫിറ്റ് തരുന്നത്. ഓക്കെ, ഈ $30 നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, കാരണം കമ്പനി ഓട്ടോ ഫില്ലാണ് കംപ്ലീറ്റ്. കമ്പനി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ സിസ്റ്റം നേരെ സെക്കൻഡ് റിങ് ടോപ്പപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നു. സെക്കൻഡ് റിങ്ങിലേക്ക് ഈ കിട്ടിയ $30 എടുത്തിട്ട് സെക്കൻഡ് റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് റിങ് അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് റിങ്ങിലേക്ക് ആളാവുന്നു. എങ്ങനെയാണ്? ഒന്നുകിലും നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ മുഖാന്തരമോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പുള്ള വ്യക്തികൾ മുഖാന്തരമോ നമുക്ക് ഈ രണ്ടാമത്തെ റിങ് ഫിൽ ഔട്ട് ആവുന്നു. ഓക്കെ, 4 പേര് അതിലും വന്നിരിക്കട്ടെ. 4 പേര് ആ റിങ്ങിലും വന്നു കഴിയുമ്പോൾ ആ റിങ്ങും ഫില്ലായി. ആ റിങ് ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കിട്ടുന്നത് $90 ഈ $90 നമുക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു? കമ്പനി ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. കമ്പനി നമ്മൾ $90 കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് $50 കൊടുത്ത് മൂന്നാമത്തെ റിങ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ റിങ് $50 മൂന്നാമത്തെ റിങ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ബാക്കി $40 ഉണ്ട്. ആ $40 $10 കൊടുത്ത് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്യേണ്ട, കമ്പനി തന്നെ ചെയ്തോളും, സിസ്റ്റം തന്നെ ചെയ്തോളും. അതായത് ഒന്നാമത്തെ റിങ്ങിലേക്ക് $10 കൊടുത്ത് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ 1 എന്ന് വീണ്ടും തുടങ്ങുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിങ് കംപ്ലീറ്റ് ആയി, $30 കിട്ടി. ആ $30 നമ്മൾ സെക്കൻഡ് റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ആ സെക്കൻഡ് റിങ് ഫില്ലാകുമ്പോൾ നമുക്ക് $90 കിട്ടുന്നു. $90 നിന്നും $50 മൂന്നാമത്തെ റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. ബാക്കിയുള്ള $40 $10 വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ബാക്കി പ്രോഫിറ്റ് എന്ന് പറയുന്നത് $30 ഓക്കെ, നമുക്ക് $30 നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഡോളറാണ്.
ഈ $30 നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് മണിയിലേക്ക് വിത്ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം എന്താകുന്നത്, വീണ്ടും നമ്മൾ ഈ $10 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ഈ $10 നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു. ഇത് ഫസ്റ്റ് വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയാണ്. ഇത് ഇതേപോലെ എന്നാൽ വീണ്ടും നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ തന്നെ ഇതേപോലെ അവരും സെക്കൻഡ് റൗണ്ട് ഫിൽ ഔട്ട് ആകുമ്പോൾ അവരും തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും നമുക്ക് എന്താകുന്നു, വീണ്ടും നമുക്ക് ഫസ്റ്റ് റിങ് ഫിൽ ഔട്ട് ആകുന്നു. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും കിട്ടുന്നു $30 കിട്ടും. ആ $30 വീണ്ടും കമ്പനി സെക്കൻഡ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. നമുക്ക് പിന്നെ ഇതിനകത്ത് വരുന്നത്, നമ്മൾ ഓൾറെഡി തേർഡ് റിങ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതാണ്. അപ്പോൾ തേർഡ് റിങ് നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 90-നകത്തുനിന്ന് $10 വീണ്ടും ഒന്നാമത്തെ റിങ്ങിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കി $80 നമുക്ക് നമ്മുടെ പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ തവണ $30, രണ്ടാമത്തെ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ സർക്കിൾ ഫില്ലാകുമ്പോഴും എല്ലാ സമയത്തും ഈ സർക്കിൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് $80 വെച്ചിട്ട് നമുക്ക് നിരവധി തവണ തുടരെ നമുക്കത് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു സർക്കിൾ അല്ലെങ്കിൽ റിംഗ് ബേസ്ഡ് ടെക്നോളജിയുടെ പ്രത്യേകത. ഓക്കെ, അതായത് നമ്മൾ 1ഉം 2ഉം റിങ് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് വരുന്ന 3ഉം 4 റിങ്ങാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ റിങ് ഇതേപോലെ മൂന്നാമത്തെ റിങ്ങിൽ $50 കൊടുത്തിട്ട് നിൽക്കുന്നു. അതിനുശേഷം എന്താകുന്നു, അതിൽ 4 പേര് വരുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് $150 ആണ്. ഓക്കെ, ഈ $150 നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ കമ്പനി എന്ത് ചെയ്യുന്നു, നേരെ നാലാമത്തെ റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഓക്കെ, നാലാമത്തെ റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. നമ്മൾ നാലാമത്തെ റിങ്ങിൽ വന്നു. നാലാമത്തെ റിങ് 4 പേര് ഫില്ലാകുമ്പോൾ നമുക്ക് അതിനകത്ത് $450 കിട്ടുന്നു. ഓക്കെ, ഈ $450 കമ്പനി തന്നെയാണ്, നമ്മുടെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നു, $450 അതിനകത്ത് വന്നു കഴിയുമ്പോൾ അതിനകത്ത് $300 എടുത്തിട്ട് സിസ്റ്റം അഞ്ചാമത്തെ റിങ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അഞ്ചാമത്തെ റിങ് ആക്ടിവേറ്റ് ആവുന്നു. അതിനുശേഷം ഒരു $50, നമ്മുടെ മൂന്നാമത്തെ റിങ്ങിന് നമ്മുടെ ആക്ടിവേഷൻ ചാർജ് $50 അല്ലേ, ആ $50 റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, $50 റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള $100 നമ്മുടെ പ്രോഫിറ്റാണ്. ആ $100 നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പനി $50 ഇവിടെ വന്ന് നമ്മൾ വീണ്ടും ഒന്നായി മൂന്നാമത്തെ റിങ് വീണ്ടും ഫിൽ ഔട്ട് ആകുന്നു. അവിടെ നിന്ന് 150 കിട്ടുന്നു. ആ 150 വീണ്ടും നാലാമത്തെ റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. ആ നാലാമത്തെ റിങ്ങിൽ നിന്ന് നമുക്ക് വീണ്ടും 4 പേര് ഫിൽ ഔട്ട് ആകുമ്പോൾ $450 കിട്ടുന്നു. ആ $450 വീണ്ടും നമുക്ക് $300 കൊടുത്ത് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി അത് അപ്ഗ്രേഡഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിനകത്ത് വീണ്ടും $50 വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. പോയിട്ട് നമുക്ക് $400 നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തവണ $100, പിന്നീട് അങ്ങോട്ട് 400 തവണ നിരവധി തവണ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് 5ഉം 6 റിങ്ങാണ് നമ്മൾ നോക്കുന്നത്. 5, 6, ആറാമത്തെ റിങ്ങിൻ്റെ പ്രോഫിറ്റാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ അഞ്ചാമത്തെ റിങ്ങിൽ $300 കൊടുത്തു, അത് അപ്ഗ്രേഡായി. അതിൽ 4 പേര് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ 4 പേര് നമ്മുടെ വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ടീം നമ്മുടെ അപ്ലയൻസിൻ്റെ വർക്ക് കൊണ്ടോ നമുക്ക് സ്പിൽ ഓവറും ഒക്കെ കിട്ടി നമുക്ക് ഇത് ഫില്ലായിരിക്കട്ടെ. അത് ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് അവിടെ $900 ആണ് കമ്പനി നമുക്ക് പ്രോഫിറ്റ് തരുന്നത്. പക്ഷേ ആ $900 നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ആ 900 അതേപടി നമ്മൾ ആറാമത്തെ റിങ്ങിലേക്ക് നമ്മൾ അപ്ഗ്രേഡിന് വേണ്ടി കൊടുക്കുന്നു. ഓക്കെ, ആറാമത്തെ റിങ് അപ്ഗ്രേഡായി അതിലും 4 പേര് ഫില്ലാകുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് പ്രോഫിറ്റ് $2700 ആണ് നമുക്ക് അവിടെ പ്രോഫിറ്റ് വരുന്നത്. ഈ $2700 നമുക്ക് ഇവിടെ കിട്ടും. ആറാമത്തെ റിങ്ങിൽ $2700 കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് $1500 ഏഴാമത്തെ റിങ്ങിലേക്ക് നമ്മൾ ടോപ്പപ്പ് ചെയ്യുന്നു. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പനി ഓട്ടോമേറ്റഡ് ആണ്, കമ്പനി തന്നെയാണ് സിസ്റ്റം തന്നെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 1500 കൊടുത്തിട്ട് നമ്മളിത് ടോപ്പപ്പ് ചെയ്യുന്നു. ഏഴാമത്തെ റിങ് ടോപ്പപ്പ് ചെയ്യുന്നു. നമ്മളൊരു $300 കൊടുത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അഞ്ചാമത്തെ റിങ് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അറ്റ് എ ടൈം നമ്മൾ ബാക്കിലുള്ള എല്ലാ റിങ്ങുകളും വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 50-ൻ്റെയും 10-ൻ്റെയൊക്കെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് $100, $400 വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ തുടരെ കിട്ടുന്ന ഒരു ഇൻകമാണ്. അപ്പോൾ നമ്മൾ വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻകം നമുക്ക് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സർക്കിൾ പ്ലാനിൻ്റെ റിംഗ് ബേസ്ഡ് ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ തുടരെ നമുക്ക് ഈ ഒരു ഏണിങ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആറാമത്തെ റിങ്ങിൽ നമ്മൾ വന്നു. അവിടെ നമ്മൾ 4 പേര് ഫില്ലായി. അതിനുശേഷം $300 അഞ്ചാമത്തെ റിങ്ങിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും അതിങ്ങനെ 900 വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്മുടെ ബാലൻസ് ഉള്ള നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് $900 ആണ്. ഓക്കെ, ആദ്യത്തെ സർക്കിൾ കംപ്ലീറ്റ് ആയി. $300 റീഇൻവെസ്റ്റ് ചെയ്തു. 1500 സെവൻത്ത് റിങ്ങിലേക്ക് അപ്ഗ്രേഡായി. ഓക്കെ, ഇനി അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തു. $300 റീഇൻവെസ്റ്റ് ചെയ്തു. അവിടെ 900 ആ 4 ഫിൽ ഔട്ട് ആകുമ്പോഴത്തേക്ക് $900 കിട്ടുന്നു. ആ 900 വീണ്ടും നമ്മൾ ആറാമത്തെ റിങ്ങിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. അവിടെ അത് ഫില്ലാകുമ്പോൾ $2700 കിട്ടുന്നു. വീണ്ടും നമ്മൾ ഏഴാമത്തെ റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് $2400 വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് ആ ആറാമത്തെ റിങ്ങിൻ്റെ നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. ഇനി എട്ടാമത്തെ
എട്ടാമത്തെ റിങ്ങിൻ്റെ പ്രോഫിറ്റ് വരും. നമ്മൾ ഓൾറെഡി 1500 കൊടുത്തിട്ട് നമ്മൾ ഏഴാമത്തെ റിങ് ആക്ടിവേറ്റ് ചെയ്തതാണ്. അതിനകത്ത് 4 പേര് വന്നു കഴിയുമ്പോൾ നമുക്കവിടെ കിട്ടും $4500. ഈ $4500 നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യുന്നു, നേരെ എട്ടാമത്തെ റിങ്ങിലേക്ക് അത് അപ്ഗ്രേഡ് ആവുന്നു. ഓക്കെ, എട്ടാമത്തെ റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ആകുമ്പോൾ അവിടെ നമ്മൾ വർക്ക് കൊണ്ട് ഈ റിങ് ഫിൽ ഔട്ട് ആകുന്നു. ആ റിങ് 4 പേര് വന്ന് ഫിൽ ഔട്ട് ആകുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഏണിങ്സ് $13,500 അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഏണിങ്സ് എന്ന് പറയുന്നത്. ഈ ഏണിങ്സിനകത്തുനിന്ന് $9,000 കൊടുത്തിട്ട് നമ്മൾ 9ാമത്തെ റിങ് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. നമ്മളല്ല, സിസ്റ്റമാണ് ചെയ്യുന്നത്. ഒക്കെ ഓട്ടോമാറ്റിക്കാണ്, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വിഡ്രോ ചെയ്യുക എന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കി എല്ലാം കമ്പനി തന്നെ ചെയ്തോളും. ഓക്കെ, ബാക്കിയെല്ലാം സിസ്റ്റം തന്നെ ചെയ്തോളും. നമ്മൾ പൈസ വിഡ്രോ ചെയ്യുക, അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ എട്ടാമത്തെ റിങ്ങിൽ നിന്നും $13,500 പ്രോഫിറ്റ് കിട്ടി. അതിനകത്ത് നിന്ന് $9,000 9ാമത്തെ റിങ് അപ്ഗ്രേഡ് ചെയ്യുന്നു. $1,500 കൊണ്ട് ഏഴാമത്തെ റിങ് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ബാക്കിയുള്ള $3,000 നമുക്ക് എട്ടാമത്തെ റിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രോഫിറ്റാണ്, വിഡ്രോ ചെയ്യാൻ പറ്റിയ പ്രോഫിറ്റാണ് $3,000. $3,000 ഇന്ത്യൻ മണി എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ എത്ര ലക്ഷം ആയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ $3,000 എന്ന് പറയുമ്പോൾ 2,00,000 സംതിങ് രൂപ ഇന്ത്യൻ മണി ആയിട്ടുണ്ട്. എട്ടാമത്തെ റിങ്ങിൽ നമുക്ക് ആദ്യത്തെ ലെവൽ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കിട്ടുന്നതാണ്. അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, 1,500 റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ റീഇൻവെസ്റ്റ് ചെയ്ത് അവിടെ വീണ്ടും ഇതേപോലെ ഫില്ലാകുമ്പോൾ നമുക്ക് അവിടെ 4,500 പ്രോഫിറ്റ് കിട്ടുന്നു. ആ 4,500 നേരെ എട്ടാമത്തെ റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ആവുന്നു. അവിടെ നിന്ന് നമുക്ക് 4 പേര് ഫില്ലാകുമ്പോൾ അവിടെ 13,500 നമുക്ക് കിട്ടുന്നു. ആ 13,500-നകത്ത് 9,000 നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏഴാമത്തെ റിങ്ങിലേക്ക് 1,500 ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള $12,000 നമുക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഈ $12,000 നമുക്ക് നിരവധി തവണ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. സർക്കിൾ എപ്പോഴൊക്കെ കംപ്ലീറ്റ് ആവുന്നു അപ്പോഴൊക്കെ നമുക്ക് ഈ $12,000 വെച്ചിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ 10ാമത്തെ റിങ്ങിലേക്ക് കിടക്കാം. ലാസ്റ്റ് റിങ്ങാണ് 10ാമത്തെ റിങ്. 10ാമത്തെ റിങ്ങിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി $9,000 കൊടുത്തിട്ട് 9ാമത്തെ റിങ് ആക്ടിവേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ 4 പേരാകുമ്പോൾ കമ്പനി നമുക്ക് എത്ര തരുന്നു, $27,000 കമ്പനി നമുക്കവിടെ തരുന്നത്. പക്ഷേ ആ $27,000 നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കമ്പനി എന്ത് ചെയ്യുന്നു, സിസ്റ്റം എന്ത് ചെയ്യുന്നു, ആ $27,000 നേരെ 10ാമത്തെ റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഓക്കെ, ഈ 10ാമത്തെ റിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അതിനകത്ത് ഇതുപോലെ 4 പേര്, എല്ലാത്തിലും 4 പേരാണ് കേട്ടോ, എല്ലാത്തിലും 4 പേര് വന്നു കഴിയുമ്പോൾ നമുക്കവിടെ കമ്പനി അടുത്ത പ്രോഫിറ്റ് തരികയാണ് $81,000 ഓക്കെ, $81,000 $81,000 ആണ് നമുക്കവിടെ 10ാമത്തെ റിങ്ങിൽ നമ്മുടെ പ്രോഫിറ്റായിട്ട് വരുന്നത്. അതിനകത്ത് നിന്ന് പുതിയ അപ്ഗ്രേഡ് ഇല്ല, 10 ലെവൽ മാത്രമേ ഉള്ളൂ. 10ാമത്തെ റിങ്ങും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് റിങ് ഇല്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, 9ാമത്തെ റിങ്ങിലേക്ക് ഒരു 9,000 റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 9,000 റീഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് $72,000 ആണ് നമുക്ക് 10ാമത്തെ റിങ്ങിൽ നിന്നും കിട്ടുന്നത്. ഈ $72,000 നമുക്ക് തുടരെ കിട്ടും എന്നുള്ളതാണ്. എത്ര തവണ ഈ റിങ്ങെല്ലാം ഫിൽ ഔട്ട് ആവുന്നുണ്ടോ അത്രയും തവണ $72,000 വെച്ചിട്ട് നമുക്കിതിലേക്ക് കിട്ടും എന്നാണ് കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. വളരെ ശക്തമായിട്ട് നല്ല രീതിക്ക് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഒത്തിരി കഷ്ടപ്പാട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് പുറത്ത് പോകാതെ തന്നെ ഇത്രയും നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കമ്പനികളുള്ളപ്പോൾ നമ്മൾ എന്തിന് വെറുതെ വേസ്റ്റായി കളയണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ബാക്കി ജോയിനിങ് ഒക്കെ എല്ലാം പേയ്മെൻറ്റ് കംപ്ലീറ്റ് പെർഫെക്റ്റ് മണി എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റ് വഴിയാണ് നടക്കുന്നത്. അതുപോലെയൊക്കെ നമുക്കവിടെ ബിറ്റ് കോയിനായിട്ടൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ അതിൻ്റെ ബാക്കി രജിസ്ട്രേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക്കല്ല, ഇത് ശരിക്കും ഇതാണ് എൻ്റെ ബിസിനസ് ഫുൾ പ്ലാൻ. ഈ ഒരു ബിസിനസ് നിങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ 2 പേരെ മാത്രം റെഫർ ചെയ്താൽ മതി. ആ 2 പേര് വീണ്ടും 2 പേർ റെഫർ ചെയ്യുമ്പോൾ അവരും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കമ്പനി ഇപ്പോൾ ഒരു ഫാസ്റ്റ് മണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഇതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ $10 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ $10 കൂടെ എക്സ്ട്രാ ഒരു $25 കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, $25 കൂടെ നമ്മൾ ഇട്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയിൽ തന്നെ ആ സെക്കൻഡ് റിങ്, അതായത് 2ാമത്തെ റിങ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് $80 ആണല്ലോ കിട്ടുന്നത്. ആ $80 കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു $200 കൂടെ എക്സ്ട്രാ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം $35 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന നല്ലൊരു എമൗണ്ട്, അതായത് $250 എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, $200 എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് മണിയുടെ മാത്രം $200 15,000 രൂപയ്ക്ക് അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കളിച്ചാലും നല്ല ഒരു എമൗണ്ട്. ഈ $200 നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി നോക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും എന്നുള്ളത് നിങ്ങളുടെ ഇതിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ രീതിക്ക് ചെയ്യാം. ഇനി $10 കൊടുത്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ $10 കൂടെ $25
$25 കൂടി ഇട്ട് $35 ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യും. നമുക്ക് മേളിൽ നിന്നുള്ള സ്പിൽ ഓവർ കിട്ടും. ഫാസ്റ്റായിട്ട് ഈ $200 വെച്ചിട്ട് ആലോചിച്ച് നോക്കുക, 15,000 രൂപയൊക്കെ ഡെയിലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ നമ്മൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത്രേ ഉള്ളൂ, നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോമിലേക്കായിരിക്കും പോകുന്നത്. ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പരൊക്കെ തെറ്റാതെ കറക്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഫിൻ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറും കൂടെ ചോദിക്കും. ആ ഫിൻ നമ്പർ നിങ്ങൾ ഒരു 5 ഡിജിറ്റുള്ള നമ്പറാണ്. അത് ട്രാൻസാക്ഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് മറന്നു പോവാതെ അത് 5 നമ്പറും അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ID ആക്ടിവേഷൻ ആക്കണമെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ക്യാഷ് നമ്മുടെ ഗൂഗിൾ പേയോ ബാങ്കിലൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ടീമിൽ വരുന്ന എല്ലാവർക്കും നല്ല ഹ്യൂജ് ഏണിങ്സ്, അതായത് ആദ്യത്തെ ഈസിയായി ഇതൊരു ഒറ്റ റിങ്ങിൻ്റെ ഒരു പാക്കേജിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഈസി. ഇനി നമുക്ക് 3 പാക്കേജും കൂടെ വേറെയുണ്ട്. മീഡിയം ഉണ്ട്, ഹാർഡ് ഉണ്ട്, ഗ്രാൻഡ് ഉണ്ട്. ഓക്കെ, ഇതിനകത്തൊക്കെ ഒരുപാട് അവാർഡ്സ് ആൻഡ് റിവാർഡ്സും കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇത് ബിസിനസ് ചെയ്യുക, ശക്തമായിട്ട് നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ് കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, പിന്നെ കരിയർ നമുക്ക് ഓരോ റിങ്ങിൻ്റെ PCയുടെ 6ാമത്തെ റിങ് 6, 8, 10 ഈ 3 റിങ്ങുകൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്റ്റാറ്റസ് വരുന്നുണ്ട്. 6ാമത്തെ റിങ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് $100 ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡയറക്ടർ ആയിരിക്കും. 8ാമത്തെ റിങ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ iPhone കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് റീജിയണൽ ഡയറക്ടറായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് മാറുന്നുണ്ട്. 10ാമത്തെ റിങ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു വേൾഡ് ടൂർ, ഒരാൾക്കൊരു വേൾഡ് ടൂർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് വരുന്നത് ഇൻ്റർനാഷണൽ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മീഡിയത്തിൻ്റെ ആണെങ്കിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ മീഡിയം 6ാമത്തെ റിങ് നമ്മൾ ഫിൽ ഔട്ട് ആകുമ്പോൾ നമ്മൾ ഗോൾഡ് ഡയമണ്ട് റിങ് ആണ് വരുന്നത്. സ്റ്റാറ്റസ് വരുന്നത് സിൽവർ ഡയറക്ടർ. 8th റിങ് വരുമ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ മാക്ബുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് വരുന്നത് സിൽവർ റീജിയണൽ ഡയറക്ടർ ആണ് വരുന്നത്. 10th റിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് വരുന്നത് സിൽവർ ഇൻ്റർനാഷണൽ ഡയറക്ടർ എന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാർഡും ഗ്രാൻഡും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പേയ്മെൻറ്റ് സിസ്റ്റം പെർഫെക്റ്റ് മണിയാണ്. ഈ പെർഫെക്റ്റ് മണിയിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പെർഫെക്റ്റ് മണിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും പറഞ്ഞ പോലെ വളരെ ഈസിയാണ്. അതിലേക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ബിസിനസ് ചെയ്ത് നല്ല ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ പ്ലാൻ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ബിസിനസ്സിലേക്ക് കടന്നു വരാവുള്ളൂ. അല്ലാത്ത വ്യക്തികൾ വെറുതെ $72,000 കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് വെറുതെ $10 മുടക്കിയാൽ $72,000 കിട്ടുമെന്ന് കരുതിയിട്ട് വെറുതെ ജോയിൻ ചെയ്തിട്ടിരിക്കരുത്. അങ്ങനെയുള്ളവർക്ക് നഷ്ടം മാത്രമായിരിക്കും സംഭവിക്കുക. അങ്ങനെ വരുന്ന നഷ്ടത്തിന് ഒരിക്കലും ഞാനോ എൻ്റെ ഈ യൂട്യൂബ് ചാനലോ ഉത്തരവാദികളായിരിക്കില്ല എന്ന് കൂടെ പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്ലാൻ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്ത് സംശയത്തിനും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു പോകാൻ താല്പര്യമുള്ളവർ നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ 2 റിങ് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അതായത് നിങ്ങൾ $10 മുടക്കി ഇനിയിപ്പോൾ $35 ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റ് മണിയും കൂടെ ചേർത്ത് $35 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സെക്കൻഡ് റിങ് ഫില്ലാകുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികളും അതേപോലെ ഈ $35 ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ 24 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ $280 നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് 15,000 രൂപ, 15,000 അല്ല ശരിക്കും പറഞ്ഞാൽ 19,000 രൂപ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, വർക്ക് ചെയ്ത് ഏൺ ചെയ്ത വ്യക്തികളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. $35 പാക്കേജ് എടുക്കുക. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. അതുപോലെ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് നിങ്ങൾ നല്ല നല്ല നേട്ടങ്ങൾ കൊയ്തെടുക്കാനായിട്ട് നിങ്ങൾക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.